ഒത്തിരി വിഭവങ്ങൾ പാചകം ചെയ്ത് നിങ്ങൾക്ക് തരാനുണ്ട്. അതിനു മുൻപ് എൻ്റെ ആ പാർട്ട്ണറെ ക്ഷണിച്ചുകൊള്ളുകയാണ്. മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ സുപരിതനായി അത്ഭുത ദ്വീപ് ഇപ്പോൾ റിലീസായിരിക്കുന്ന തമിഴ് ചിത്രമായ ഡിഷുമിൽ അഭിനയിച്ചു. ഈ വർഷത്തെ സംസ്ഥാന സിനിമാ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇദ്ദേഹത്തിനും ലഭിച്ചു ജൂറിയുടെ പ്രത്യേക പരാമർശം. ഞാൻ ആ വലിയ കലാകാരനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ പക്രു അജയ് കുമാർ. നടന്നിങ്ങെത്താൻ ഒരു ദിവസം കൊടുക്കും, ഓട്ടോറിക്ഷ പിടിച്ച് വരണം. ദയവേത് സഹകരിക്കുക. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. കയ്യടിയുടെ ശക്തി ഒരല്പം കുറഞ്ഞോന്നൊരു സംശയമുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ അല്പം വൈകി. മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും വലിയ സ്റ്റേജ് നടന്നിങ്ങെത്തണ്ടേ. എല്ലാവർക്കും എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. കാണാമോ? കാണൂ. എന്ത് ചെയ്യാം, ഒരു 7-7.5 അടി പൊക്കമുണ്ടായി പോയില്ലേ. ഈ ബോക്സൊക്കെ എനിക്ക് മുമ്പ് ഈ ചൈനയിലെ വൺമതിലാണ്. എന്നാൽ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊന്നുമല്ല, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത്യാവശ്യം കൊച്ചു കൊച്ചു കോമഡികളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനം വേണം. അപ്പോൾ ഇത്രയും വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. സാധാരണ പുള്ളി വരുമ്പോൾ ഓഡിയൻസ് ഒക്കെ പോവുക ചെയ്യുന്നത്. അല്ല, ഇവനെ പിന്നെ ഇത് കാണാൻ പറ്റില്ല. ഇവിടെ ഫ്രണ്ടിൽ 2-3 നേരം കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതൊരു സ്പീക്കറാന്ന് വിചാരിക്കും, അല്ലേ? തെറ്റിദ്ധരിക്കരുത്. എന്തായാലും കേരളത്തിൽ ഒത്തിരി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം, പേട്ട, മുരിക്കുമ്പഴ, ചിറയൻകീഴ്, കടക്കാർ, വർക്കല, പരവൂർ, കൊല്ലം, മൺട്രോതുരുത്ത്, ശാസ്താംകോട്ട, കരുനാപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, എടപ്പള്ളി, ആലുവ, ചൊവ്വര, അങ്കമാലി, കറൂറ്റി, കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, മുള്ളൂക്കര, പുതുകാട്, ഒല്ലൂർ, തൃശ്ശൂർ, പാലക്കാട്, പൊൻകുന്നം, ഷൊർണൂർ, ഒറ്റപ്പാലം, ലക്കടി, മങ്കര, പറളി, ഒലവക്കോട് തൊട്ട് കാസർഗോഡ് വരെ. ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടോ? ഏതാ? കണ്ണൂര്, തലശ്ശേരി, കണ്ണൂർ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹലോ, ഇപ്പോൾ എനിക്ക് തൊഴിൽ മനസ്സിലായി. ഇതിനു മുമ്പ് എന്താ? മിമിക്രിക്ക് മുമ്പ് ബസ്സിലെ കിളിയായിരുന്നോ? അല്ല, ഇത്ര കറക്റ്റ് ആയിട്ട് ഈ സ്ഥലപ്പേരൊക്കെ പറയുന്നത് അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഒന്നും തോന്നരുത് കേട്ടോ. അല്ല, ഒരു ആളെ ഇവിടെ ഒരു സംശയം ചോദിച്ചു. എന്ത് സംശയം? അല്ല, എല്ലായിടത്തും നിങ്ങൾ തമാശ പറയാറുണ്ട്. ഞാൻ എവിടെ ചെന്നാലും സംശയമാണല്ലോ. അല്ല, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള വരവല്ലേ, അതിന്റെ ഒരു ജാടയൊക്കെ ഉണ്ടല്ലേ? കല്യാണം കഴിച്ച എന്താ ജാടാ? അല്ല, ആരെ കല്യാണം കഴിച്ചു? കംപ്ലീറ്റ് പോയില്ലേ? അല്ല, ആരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്? ഒരു പെണ്ണിനെയാ. സാധാരണ എല്ലാവരും പെണ്ണുങ്ങളല്ലേ കേട്ടോ. അല്ല, എന്റെ പെങ്ങൾ ഒരു ആണിനെയാ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് പറഞ്ഞു. ഓഹോ, ഇപ്പൊ തിരിച്ചിരിച്ചിങ്ങനെ തന്നോണ്ടിരിക്കാണല്ലേ. അല്ല, കല്യാണം കഴിഞ്ഞപ്പോ ഇത്തിരി കോമഡി കൂടി ഉണ്ടല്ലോ. പിന്നെ എന്നാ മസ്ലി പവർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കണ്ടോ, എക്സ്ട്രാ. അതും കൂടി മേടിച്ച് കഴിക്കില്ലേ? കോമഡി. അല്ല, അത് വേറെ എനിക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, താങ്കളെ പോലുള്ള വയസ്സന്മാർക്ക് അത് പറഞ്ഞേക്കുന്നേ. അപ്പൊ ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ ചോദിച്ചതല്ല, വേറെ ആള് ചോദിച്ചാണ്. എന്താണ്? നിങ്ങള് അത്ഭുത ദ്വീപിൽ നായകനായിട്ട് അഭിനയിച്ചു. അതില് നായികയായിട്ട് വന്നത് മലയാളി താരമായിരുന്നില്ല. ബോംബെയിൽ നിന്ന് മല്ലിക കപൂർ എന്നൊരു നായികയായിരുന്നു. അതിന് കാരണം എന്താ? അത് വേറെ രഹസ്യമാണ്, അത് പറയാൻ പാടില്ല. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഇവിടെ ഉള്ളവർക്ക് വേണ്ടി സ്വകാര്യമായിട്ട് ഞാൻ പറയാം. വിനയൻ സാർ എന്നോട് ചോദിച്ചു ആരെ നായികയായിട്ട് വേണം. ഓ ശരി. ഞാൻ സാറിനോട് പറഞ്ഞു എന്റെ ഹൈറ്റും വെയിറ്റും ഗ്ലാമറും ഒക്കെ ഒത്ത് ഒരു സംഭവം കിട്ടിയ അതാണ്. മലയാളത്തിൽ നിന്ന് കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അതാണ് ബോംബെന്ന് നടന്നത്. ബോംബെന്ന് ഇറക്കി. ശരി ശരി. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നായകൻ എടുത്തോണ്ട് പാട്ട് പാടണം ഞാൻ കണ്ടത്. സാധാരണ നായകന്മാരാണല്ലോ നായികൻ എടുക്കുന്നത്. അല്ല, അങ്ങനെ സൂഹിക്കേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം പാവപ്പെട്ട നായകന്മാർ, ഈ നായികന്മാർ കുറെ നാളായി സൂഹിപ്പിച്ച് ഇങ്ങനെ പുകയെടുപ്പിച്ചോണ്ട് നടക്കുന്നത്. അപ്പൊ നമ്മളെ എടുപ്പിക്കട്ടെ അങ്ങനെ വിചാരിച്ചു. 50 ദിവസം എടുത്തു. ആണോ? പിന്നെ അത് മാത്രല്ല, നായികയോട് എന്നെ താഴെ ഇടരുതെന്ന് പറഞ്ഞ നായകനും ഞാൻ തന്നെയാ. ശരി ശരി. അപ്പൊ ഇത് തന്നെ ഇംഗ്ലീഷിൽ റീമേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടു. അങ്ങനെ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് ഹോളിവുഡിൽ. അപ്പൊ ഹോളിവുഡിൽ നിന്ന്. അതെ. ഓക്കെ. അപ്പൊ നടക്കുമോന്നൊന്നും അറിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഡ്രീം വർക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഓ ശരി ശരി. ഇപ്പൊ അവിടെ അത് സംഭവിക്കുകയാണെങ്കിൽ ആരായിരിക്കും നിങ്ങളുടെ നായിക? നാണോ? കല്യാണം കഴിച്ചപ്പോ ഇത്ര നാണം ഉണ്ടായിരുന്നില്ല. അതെ ജീവിതം. ഹലോ, ഇതെന്തത്? ഇടുവാ, ജീവിതത്തിലല്ല സിനിമയിലെ നായികനാണ് ചോദിച്ചത്. പറഞ്ഞോ. ടൈറ്റാനിക്കിലെ ആ പെണ്ണില്ലേ? ഏത് പെണ്ണ്? മൂട്ടക്കാരനകത്തൊക്കെ കയറിയൊരു സാധനില്ലേ? ഓ, കേറ്റ് വിൻസ്ലെറ്റ്. അതാണ് നായികയായിട്ട് വരാൻ പോണത്. പക്ഷേ ഈ അവിടെയുള്ള ഭാഷ അറിയോ? ഹോളിവുഡിന്റെ ഭാഷ ഏതൊക്കെയാണെന്നറിയോ? പിന്നെ ഏത്? ഇംഗ്ലീഷാണ്. അതെ, 1-2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ആണോ? പിന്നെ ഓക്കെ. താങ്കൾ ഒരു പശുവിനെ കറക്കുന്നു, മനസ്സിലായില്ലേ? പശുവിനെ കറക്കുന്നു, അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ?
ഞാനോ? ആ നമ്മളൊരു തട്ടുകടയും കൂടി നടത്തണ്ടല്ലോ, അപ്പൊ പശുവിന്റെ കറവയും കൂടി ഒരു ജോലി ഉണ്ടല്ലോ. അപ്പൊ താങ്കൾ പശുവിനെ കറക്കുന്നു, അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? വേറെ മുമ്പ് വെച്ച് തന്നെ വേണം. ആ വേണം. പശുവിനെ കറക്കുന്നു, അത്രല്ലേ ഉള്ളൂ. ആ ഐ റൊട്ടേറ്റ് ദ കൗ. കറക്കുന്നു, കൊള്ളാല്ല. പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി. കഴിഞ്ഞു. താങ്കൾ പശുവിനെ കെട്ടി, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? സിമ്പിൾ അല്ലേ? എന്താ? ഐ മാരിഡ് എ കൗ. നീ പശുവിനെ കെട്ടി. ഓ അങ്ങനെ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ അർത്ഥം അനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. താങ്കളുടെ കഴിവ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തന്റെ യഥാർത്ഥ ജോലി. ആദ്യം തെറ്റിദ്ധരിച്ചതാ. എന്താ? കറവക്കാരനാണല്ലേ? ഇവിടെ അത്ഭുത ഹോളിവുഡിലേക്ക് പോകുമ്പോ ഈ കറവേ അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഗജേന്ദ്ര രാജകുമാരൻ അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതില് കുതിരപ്പുറത്തിരുന്ന് ഓടിച്ചല്ല, പിന്നെ അത് ഡൂപ്പ് ഒറിജിനൽ അല്ലേ? പിന്നെ ഒറിജിനൽ കുതിര. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കുതിരക്ക് മനസ്സിലായി കുതിരയുടെ പുറത്ത് ആളുണ്ടെന്ന്. അന്തം വിട്ടൊരു പോക്കായിരുന്നു. ഓ ശരി. കല്യാണം കഴിച്ചതിന് മുമ്പ് കയറിയതാ, ഇനി കേറൂല. അല്ല, ഇപ്പൊ നിങ്ങൾ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്, പെട്ടെന്നൊരു സിംഹം നിങ്ങളുടെ മുന്നിലേക്ക് വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, അവിടെ നിന്ന് കൊടുത്താ മതി, എല്ലാം സിംഹം ചെയ്തോളും. ഓക്കെ. അപ്പൊ താങ്കളുടെ എന്ത് കഴിവുകൾ കണ്ടിട്ടാണ് വിനയൻ സാർ സെലക്ട് ചെയ്തത്? ഒന്ന് രണ്ട് കഴിവുകൾ താങ്കളുടെ ടിവിയിലൂടെ ഇവർ കണ്ടിട്ടുണ്ടോ? എന്തായാലും ലൈവായിട്ട് എന്തെങ്കിലും ചെയ്യാവോ? എനിക്ക് കഴിവുണ്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിഞ്ഞൂടെ? ഒന്ന് രണ്ട് ഐറ്റംസ് അവതരിപ്പിക്കാം. കംപ്ലീറ്റ് കഴിവുകളല്ലേ? ആണോ? പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ കഴിവാ. ഓ പക്ഷെ പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ തന്നെ നാരങ്ങ പിഴിഞ്ഞ പോലെ ഇരിക്കണത്, ഇനി അതും കൂടി പിഴിഞ്ഞെടുക്കണോ? ഒരു കാര്യം മനസ്സിലാക്കിയോ? അടിപൊളി മിമിക്രിക്കാരനെ. ആണോ? പിന്നെ എന്ത് ചെയ്യാൻ പോണത്? എന്റെ ഒരു കാര്യം ചെയ്യും, ഇവരുടെ ഒന്നും സഹായില്ല, ഈ ഓർക്കസ്ട്രയുടെ ഒന്നും സഹായില്ലാതെ എന്റെ തൊണ്ട കൊണ്ട് ഞാനൊരു വെസ്റ്റേൺ മ്യൂസിക് അവതരിപ്പിക്കും. സ്വന്തം തൊണ്ടോണ്ടാ? പിന്നെ വല്ലവന്റെ തൊണ്ട കൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റുമോ? അല്ല, ഇവര് സഹായമൊന്നും ഇല്ലാണ്ടല്ലേ? അതെ. ഓക്കെ, കേക്കട്ടെ. പ്രിയമുള്ള കലാസ്ത്രീകളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രീ വെസ്റ്റേൺ മ്യൂസിക്. വെസ്റ്റേൺ മ്യൂസിക്കിന് ശ്രീയാ? കിടക്കട്ടെ, ഒരു ബഹുമാനം കിടക്കട്ടെ. ശരി, മുന്നിലൊരു ശ്രീ അങ്ങനെ കിടക്കട്ടെ. കിടക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. കയ്യടി പോരാ കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോണത്? ഇനി എന്നാ വേണം? എന്ത് തരും? എന്ത് വേണം കാണിക്കേ. എന്നാ പിടിച്ചോ, വെടിക്കെട്ട് സൂക്ഷിച്ചു നിന്നോ കേട്ടോ. വെടിക്കെട്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ? പിന്നെ ഓക്കെ, ഒന്ന് രണ്ട് വെടിയാകാം എന്തായാലും. അനൗൺസ്മെന്റ് ഇല്ലേ? പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാൻ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കുന്നു ശ്രീ വെടിക്കെട്ട്. അതിനും ശ്രീ ഉണ്ടാ? വെടിക്കാരാടാ ശ്രീ ഇറക്കണത്? ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടത്. അല്ല, ചുമ്മാ ഒരു ബഹുമാനം കിടക്കട്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, അടുത്ത പോയത് ഇപ്പോഴാ പൊട്ടിയത്. അങ്ങോട്ട് പോയി അങ്ങ് ചെല്ലണ്ടേ? ശരി. അടുത്ത വിട്ടു മോനെ, ഇപ്പൊ വിട്ടത് സൂപ്പർ ആവുന്നുണ്ട്. നീ തകർക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു ഇതെന്തേ കാണിക്കണത്? സ്വന്തമായിട്ടൊന്ന് പുകഴ്ത്തിയതാ. സ്വയം പൊങ്ങിയ. അടുത്ത വിട്. 3 നില എക്കോ ഇട്ട് വിട്ടതാ. എടാ, നിന്നെ ഞാൻ അമ്മ പേടിക്കണ്ട, സെൽഫ് ബൂസ്റ്റിംഗാ. ശരി. ഓക്കെ. ഞാൻ ആരാ മോൻ? അങ്ങനെയല്ല ചോദിക്കേണ്ടത്, നീ ആരെയൊക്കെയാണ് മോനാണ്. അടുത്ത വിടട്ടെ. മാലക്കളത്തിന്റെ ചെറിയ ശരി. അടുത്ത സൂക്ഷിച്ചോട്ടെ, ഇതിനും ഭയങ്കരമായിരിക്കും. എന്റെ പോക്ക് കണ്ടറിയാൻ തകർക്കും. ചന്ദ്രനിലോട്ട് പോയാ? അങ്ങോട്ട് പോട്ടെ. ഹലോ, എന്തു പറ്റി? അത് ചീറ്റി പണ്ടാരളങ്ങി. അതെന്താ? ഇത്ര വെറൈറ്റി വിട്ടല്ലേ, ഒരെണ്ണം പോയെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ശരി. മാലപ്പടക്കം വേണോ? പിന്നെ മാലപ്പടക്കം വേണം. ചോദിച്ചു മേടിക്കുവാ. എന്താണത്? വെറുതെ നിലത്ത് കിടന്നു, നീ മേടിച്ചു അത്ര തന്നെ. അതെ, വേറെന്താ സംഭവം? വേറെന്താ വേണ്ടേ? എന്ത്? തന്റെ വല്ല സംഭവം ഉണ്ട്? ഇങ്ങനെ ഓരോന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാ എന്റെ ഒരു കാര്യം ചെയ്യട്ടെ. സിനിമാടന്മാരുണ്ടാ? അയ്യോ, അതാരത്? എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ച് ഒറ്റ നടനെ ഞാൻ ചെയ്യുള്ളൂ. അതാരത്? സുരേഷ് ഗോപി. എന്റെ പൊന്നെ, എടുത്താ പോകണ വല്ലതും ചെയ്താ പോരെ? ഭരചന്ദ്രൻ IPS എന്ന് പറഞ്ഞ സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ്. അതെങ്ങനെ കാണിക്കാൻ പോണേ? അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വരും. സുരേഷ് ഗോപിയാ? അതാണ് തിരിച്ചു ആക്ഷൻ ഉണ്ട്, നോക്കിക്കോ. കിടിലനായിരിക്കും. സുരേഷ് ഗോപിയുടെ മ്യൂസിക് ഉണ്ടാവില്ല. മ്യൂസിക് കിട്ടുന്നുണ്ട്. പോയിട്ട് വാ.
വേണ്ട പറഞ്ഞാ മതി. ആ. അവിടെ നിന്ന് വരും ആ. സുരേഷ് ഗോപി. ആ. ഇതെന്താ കാട ഫ്രൈയാ? ഇവിടെയാണ് മൈക്ക്. ആരുടെ വെടി വെച്ചേ? സ്വന്തം വെടി വെച്ചതാ. സുരേഷ് ഗോപി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. തനിക്കറിയാമോ? ആ, എന്നാ കാണിക്ക്. ലേലം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി ആനക്കാട്ടിൽ ചാക്കോച്ചിയായിട്ട്. സുരേഷ് ഗോപി ലേലം വിളിക്കാൻ പോണോ? ലേലം അല്ല, ലേലം എന്ന ചിത്രത്തില് സുരേഷ് ഗോപിയുടെ അതെ. മ്യൂസിക് വേണോ? ആ, മ്യൂസിക് ഇട്ടോളൂ. അല്ല, ഞാൻ പറഞ്ഞാലേ അവര് കേൾക്കുള്ളൂ. ആ, ഇട്ട് പറഞ്ഞു. ചേട്ടാ മ്യൂസിക് ഇട്ട് കൊടുത്തേക്ക. പുല്ല് ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, the upcoming terror കടയാടി തമ്പി, the cruel cold blooded കുന്നേൽ ഔതക്കുട്ടി, the aging but fearless boost icon കുന്നേൽ മത്തച്ഛൻ. എന്റെ അപ്പച്ചനെ പുറകിന്ന് കുത്തിയത് ഈ കൂട്ടത്തിലേത് തന്തയ്ക്ക് പിറക്കാത്തവനാണെങ്കിലും അവനൊക്കെ കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. തിരിച്ചു വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മമ്മൂട്ടി നന്നായിരുന്നു.